തീർച്ചയായിട്ടും ആരോഗ്യപരമായ ചില പ്രശ്നങ്ങളുണ്ടെന്ന് അറിയാമായിരുന്നു. പക്ഷെ ഇത്ര വേഗം നമ്മളെ വിട്ട് പിരിയുമെന്ന് കരുതിയിരുന്നല്ല. സലീം നമ്മുടെ എല്ലാവരുടെ സിനിമയിലുള്ള പ്രവർത്തകരുടെ എല്ലാം തന്നെ, കലാകാരന്മാരുടെ എല്ലാം തന്നെ ആത്മാർത്ഥ സുഹൃത്താണ് സലീം. സലീമിന്റെ വളർച്ച നേരിട്ട് കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. കാരണം ഒരു മിമിക്രി കലാകാരനായി തുടങ്ങി നല്ലൊരു ഹാസ്യനടനായി മാറി, പിന്നെ അതിനുശേഷം വളരെ നല്ല സ്വഭാവ നടനായി മാറിയ ഒരു ചരിത്രമാണ് സലീം കുമാറിനുള്ളത്. നാഷണൽ അവാർഡ് വരെ വാങ്ങാൻ കഴിഞ്ഞു. കേരള സ്റ്റേറ്റ് അവാർഡ് 2-3 പ്രാവശ്യം ലഭിച്ചു. അപ്പോൾ ഒരു കലാകാരൻ എന്ന നിലയിൽ അസൂയാവഹമായ അച്ചീവ്മെന്റ്, നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ള ഒരു പ്രതിഭയാണ് അദ്ദേഹം. പിന്നെ സാഹിത്യപരമായിട്ടും കലാപരമായിട്ടും ഒക്കെ നല്ല ചിന്തകൾ പുലർത്തുന്ന, കലയെക്കുറിച്ചും സാഹിത്യത്തെക്കുറിച്ചും വ്യക്തമായ കാഴ്ചപ്പാടുള്ള, ഉറച്ച നിലപാടുകളുള്ള ഒരു കലാകാരൻ കൂടിയായിരുന്നു സലീം കുമാർ. പ്രത്യേകിച്ചും ഈ സിനിമാ മേഖലയിൽ ഒരിക്കലും, പ്രത്യേകിച്ച് നമ്മളെക്കുറിച്ചൊക്കെ തന്നെ, നമുക്കൊക്കെ തന്നെ സിനിമയിൽ സലീം കുമാറിൻ്റെ ഹാസ്യം, അത് അദ്ദേഹം പതിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ കഥാപാത്രങ്ങൾ, അതൊരിക്കലും പകരക്കാരൻ ഇല്ലാത്ത രീതിയിൽ തന്നെ അദ്ദേഹം അത് ഫലപ്രദമായി 30 ആണ്ടുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതിന് അദ്ദേഹത്തിൻ്റെ ആ ഒരു മേഖലയിലേക്ക് ഇനി ഒരു പകരക്കാരനെ നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയില്ലല്ലേ? തീർച്ചയായിട്ടും ഈ ഹാസ്യ നടൻ എന്ന ഒരു ലേബൽ ലഭിക്കണമെങ്കിൽ തന്നെ ഒരു സ്വന്തമായിട്ടുള്ള ഒരു വ്യക്തിത്വമുള്ള, മുദ്രയുള്ള, ഒരു സ്റ്റാമ്പുള്ള ഒരു ഹാസ്യവുമായി വരുന്നവരെ മാത്രമേ ഹാസ്യ നടൻ പട്ടികയിൽ ഉൾപ്പെടുത്താൻ പ്രേക്ഷകര് ശ്രമിക്കാറുള്ളൂ. അപ്പോൾ സലീം കുമാർ കൊണ്ടുവന്ന ഹാസ്യം സലീം കുമാറിന്റെ മാത്രമാണ്. അത് ഏതെങ്കിലും ഒരു ഹാസ്യത്തിന്റെ സ്വാധീനമോ അല്ലെങ്കിൽ അനുകരണമോ ഒരിക്കലും ഉണ്ടായിട്ടില്ല. അത് സലീം കുമാറിന്റേതായിട്ടുള്ള ഒരു വ്യക്തമായിട്ടുള്ള ഒരു മുദ്രയുള്ള ഹാസ്യമായിരുന്നു. അതാണ് സലീം കുമാറിനെ വേറിട്ട് നിർത്തുന്നത്. അത് പറയുമ്പോൾ ഹാസ്യം കൈകാര്യം ചെയ്യുന്ന കലാകാരന്മാരെല്ലാം തന്നെ വിജയിക്കണമെങ്കിൽ സ്വന്തമായിട്ടുള്ള ഒരു ശൈലി ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് വിജയിച്ച് മുന്നേറാൻ കഴിയൂ. ആ രീതിയിൽ സലീം കുമാർ വളരെ വ്യത്യസ്തമായിട്ടുള്ള സംഭാഷണം ഉരുവിടുന്ന രീതിയായിരുന്നാലും അതിന്റെ ചലനങ്ങളായിരുന്നാലും എല്ലാം തന്നെ വേറിട്ട് നിൽക്കുന്ന രീതിയിലാണ് അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുള്ളത്. പിന്നെ അത് മാത്രമല്ല, ഗൗരവമുള്ള വേഷങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ എന്താ പറയാ, അഭിനയത്തിന്റെ സൂക്ഷ്മാംശങ്ങളിലേക്ക് കടന്ന് ആ കഥാപാത്രത്തിന് പരമാവധി മിഴിവ് പകരാൻ അദ്ദേഹം എല്ലാ കാലത്തും ശ്രമിച്ചിട്ടുണ്ട്. അതേ അവസരത്തിൽ ഹാസ്യം കലർന്ന കഥാപാത്രങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ആ കഥാപാത്രത്തിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ പരമാവധി ചിരിപ്പിക്കാൻ അദ്ദേഹത്തിന്റെ ഒരു കോൺട്രിബ്യൂഷൻസും തന്റേതായിട്ടുള്ള രീതിയിലുള്ള കോൺട്രിബ്യൂഷൻസ് നടത്തിയും കൂടി കൂടുതൽ മാക്സിമം ചിരിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ ഈ ഹാസ്യ നടൻ എന്ന ലേബൽ മാത്രമല്ല, തനിക്ക് മികച്ച ഒരു അഭിനേതാവ് എന്ന ആ ഒരു ലേബൽ കൂടി വേണം എന്നുള്ളൊരു വാശി കൂടി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നല്ലോ. വളരെ മികച്ച രീതിയിലുള്ള കഥാപാത്രങ്ങൾ, നമുക്ക് ആദാമിൻ്റെ മകൻ, അതൊക്കെ തന്നെ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന കഥാപാത്രങ്ങളാണല്ലോ. അദ്ദേഹത്തിന് ഏത് മേഖലയും വഴങ്ങുമെന്നുള്ളൊരു തെളിവ് കൂടിയായിരുന്നു അല്ലേ ഇത്? അതെ. അച്ഛനുറങ്ങാത്ത വീട്, ആദാമിന്റെ മകൻ അബു തുടങ്ങിയ ചിത്രങ്ങളിലെ അവിസ്മരണീയമായ കഥാപാത്രങ്ങൾ, അതാണ് അദ്ദേഹത്തിന് നാഷണൽ അവാർഡും സ്റ്റേറ്റ് അവാർഡുകളും ഒക്കെ ലഭിക്കാനുള്ള കാരണം. അപ്പൊ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ട്, അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ പരിശ്രമങ്ങൾക്ക് തന്നെയാണ് അദ്ദേഹത്തിന് അവാർഡ് നേടിക്കൊടുക്കാൻ കാരണം. ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തോടൊപ്പം മറക്കാനാകാത്ത ഒരു അനുഭവം കൂടി പങ്കുവയ്ക്കാം. അല്ല, മറക്കാനാവാത്ത അനുഭവം എന്ന് പറയുമ്പോൾ നടൻ ശ്രീനിവാസനാണ് ആദ്യമായി ഒരു പ്രവചനം നടത്തിയത്. സലീം കുമാർ എന്ന നടൻ മലയാള സിനിമയ്ക്ക് ഒരു അസറ്റ് ആകുമെന്ന്. കാരണം സിനിമയിലേക്ക് കടന്ന് വരുന്ന ആദ്യത്തെ ചിത്രം കഴിഞ്ഞപ്പോ ശ്രീനിവാസൻ ഏഷ്യാനെറ്റിലെ ഒരു പ്രോഗ്രാം കണ്ടിട്ട് എന്നോട് പറഞ്ഞു, ഇത് വളരെ അധികം ഭാവിയുള്ള ഒരു നടനാണ്, ഇയാളൊരു വലിയ കലാകാരനായി ഉയർന്നു വരുമെന്ന് പറഞ്ഞിരുന്നു. ശ്രീനിവാസൻ തന്നെ സജസ്റ്റ് ചെയ്തിട്ടാണ് മംഗല്യ പല്ലക്ക് എന്ന് ശ്രീനിവാസൻ നായകനാകുന്ന ചിത്രത്തിൽ, അതിന് ഞാനും ഒരു പ്രധാനപ്പെട്ട വേഷം ഉണ്ടായിരുന്നു. അങ്ങനെ ശ്രീനിവാസൻ സജസ്റ്റ് ചെയ്താണ് സലീം കുമാർ വരുന്നത്. ആ ചിത്രത്തിലെ അഭിനയം കണ്ടപ്പോൾ തന്നെ എനിക്കും ശ്രീനിവാസൻ പറഞ്ഞത് ശരിയാണെന്ന് ബോധ്യമായി. അപ്പോൾ തുടർന്ന് സലീം കുമാറിന്റെ ഈ അനുഭവങ്ങൾ, സലീം കുമാറുമായിട്ടുള്ള അനുഭവങ്ങളെല്ലാം തന്നെ എല്ലാം എൻ്റെ മനസ്സിൽ ഇന്നും പച്ചപിടിച്ച ഓർമ്മകളായി നിൽക്കുന്നുണ്ട്. ശരി, വളരെ നന്ദി ശ്രീ ജഗദീഷ്. അങ്ങനെ പകരം വയ്ക്കാനില്ലാത്ത നടന വൈഭവം അതുതന്നെയായിരുന്നു മലയാളികളെ ചിരിപ്പിച്ച ശ്രീ സലീം കുമാർ എന്ന കാര്യത്തിൽ സംശയമില്ല. സലീം കുമാർ എന്ന ഒരു കാലഘട്ടം തന്നെയായിരുന്നു കഴിഞ്ഞ 2-3 പതിറ്റാണ്ട് കാലം മലയാളികളെ ഒക്കെ തന്നെ ചിരിപ്പിച്ചതും ത്രസിപ്പിച്ചതും വിസ്മയിപ്പിച്ചതും എന്ന കാര്യത്തിൽ സംശയമില്ല. അതും എടുത്തു പറയേണ്ടതാണ്. ദേശീയ അന്തർദേശീയ വേദികളിലൊക്കെ തന്നെ മലയാള സിനിമയെ അടയാളപ്പെടുത്താനായി ശ്രമഫലമായ നീക്കങ്ങൾ നടത്തിയ ഒരു പ്രധാനി കൂടിയായിരുന്നു അദ്ദേഹം എന്ന കാര്യത്തിലും സംശയമില്ല. നർമ്മങ്ങളിൽ ഒളിപ്പിച്ച നിലപാടുകളൊക്കെ തന്നെ തുറന്നു പറയുന്ന ഒരു നടൻ. ഏറ്റവും ഒടുവിൽ തൻ്റെ മരണം പോലും മുൻകൂട്ടി പ്രവചിച്ചു എന്ന് പലരും ഈ ഒരു അവസരത്തിൽ വിലയിരുത്തുന്ന ഒരു നടൻ. തനിക്കിനി എത്ര കാലം മുന്നോട്ടുണ്ട് എന്നറിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ട്
ഏറെ വികാരനിർഭരമായ ഒരു കുറിപ്പടക്കം അദ്ദേഹത്തിൻ്റെ പിറന്നാൾ ദിനത്തിൽ പങ്കുവച്ചതും ഈ ഒരു അവസരത്തിൽ ഓർക്കുകയാണ്. അത്തരത്തിൽ സിനിമാ മേഖലയിൽ നിന്നൊക്കെ തന്നെ ഏത് വേദനയുണ്ടെങ്കിലും എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതിനെയൊക്കെ ഹാസ്യരൂപേണ അവതരിപ്പിക്കുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം എന്ന കാര്യം എടുത്തു പറയേണ്ടതാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.